ഒരു പുതിയ ഫ്ലേവർ എൻ്റെ മെനുവിലോട്ട് ആഡ് ചെയ്യാൻ ഞാനൊരു പുതിയ ഫ്ലേവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്ലേവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ പരിപാടി ഏകദേശം കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുത്താലോ എന്ന് ആലോചിച്ചത്. ചോക്ലേറ്റ് സ്പോഞ്ച്, നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് ചോക്ലേറ്റ് ഇട്ട ആ ഒരു ക്രീം, അഗെയിൻ പിന്നെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ്, പിന്നെ കുറച്ച് കാഷ്യൂ ക്രഷ് ചെയ്തത്. ഇതാണ് ഇതിൻ്റെ ഫില്ലിങ്. അതിൻ്റെ പിന്നെ ഇടയിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ചു, പിന്നെയും വെറ്റ് ചെയ്തു, ക്രീം ഇട്ടു, ക്രം കോട്ട് ചെയ്തു, ഫൈനൽ കോട്ട് ചെയ്തു. അങ്ങനെ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റിൽ വരെ ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ മെനുവിൽ ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോൾ അത് ഞാൻ ആദ്യം പരീക്ഷിക്കണ്ടേ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വേണ്ടി ചെയ്തെടുത്ത കേക്കാണ് ഗൈസ്. അപ്പോൾ എൻ്റെ വീട്ടിലേക്കായതുകൊണ്ട് എൻ്റെ സകല കഴിവുകളും ഞാൻ പുറത്തെടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പുൾമി അപ്പ് കേക്കാണ് ചെയ്തത്. ഈ സാധാരണ കേക്കിൽ പുൾമി അപ്പ് കേക്ക് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗൈസ്. എന്തായാലും ഫൈനലി നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്രം കോട്ടും ഫൈനൽ കോട്ടൊക്കെ ചെയ്തിട്ട് ചോക്ലേറ്റ് ഗനാഷ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂസൊക്കെ ഇട്ടിട്ട് അപ്പോഴാണ് എനിക്ക് ബോധോദയം വന്നത് ഗൈസ്, പുൾമി അപ്പ് കേക്ക് ചെയ്താലോ. എന്നിട്ട് ഞാൻ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ട് ഗം ടേപ്പ് ഒട്ടിച്ചു. എന്നിട്ട് ഈ കാഷ്യൂസ് ഇട്ടതിന് ശേഷം നമ്മൾ ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അതിൻ്റെ സെൻറ്ററിലോട്ട് അങ്ങ് ഇറക്കി കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ള ഗണേശയിൽ ഞാൻ കുറച്ച് ക്രഷ്ഡ് കാഷ്യൂസും കൂടെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തു, കുറച്ച് ഹീറ്റ് ചെയ്തിട്ട്, കുറച്ച് ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ. എന്നിട്ട് ഞാൻ കുറച്ചൊരു 5-10 മിനിറ്റ് പുറത്തെടുത്തു. ഫ്രിഡ്ജിൽ വെച്ചില്ല, പുറത്ത് വെച്ചു. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി ആകെ ചേഞ്ച് ആയി പോകും. അപ്പോൾ പുറത്ത് കുറച്ച് നേരം വെച്ചിട്ട് അത് പുള്ളി ചെയ്തെടുത്താൽ മതി ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.